إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ യുക്തിയിൽപ്പെട്ടതാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുനിയാവിൽ പരലോകവുമായി ബന്ധപ്പെട്ട് പരലോകത്ത് അല്ലാഹു ഒരുക്കി വെച്ച ചില കാര്യങ്ങൾക്കുള്ള സൂചനകൾ, അതിൻ്റെ ചില അടയാളങ്ങൾ ഇവിടെ നമ്മെ അനുഭവിപ്പിക്കും എന്നത്. സഹോദരങ്ങളെ, ദുനിയാവിൽ പൊതുവെ പ്രയാസങ്ങളുണ്ടാകും, ദുഃഖങ്ങളുണ്ടാകും, സന്തോഷങ്ങളുണ്ടാകും, ആഹ്ലാദങ്ങളുണ്ടാകും. മേൽപ്പറയപ്പെട്ട ഏത് കാര്യങ്ങളായാലും അതെല്ലാം പരലോകത്തെ നമ്മെ ഓർമ്മപ്പെടുത്തേണ്ട കാര്യമാണ്. അഥവാ പരലോകത്ത് ദുഃഖങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, അട്ടഹാസങ്ങളുണ്ട്, തേങ്ങലുകളുണ്ട്, കരച്ചിലുകളുണ്ട്. അതുപോലെ തന്നെ പരലോകത്ത് സുഖങ്ങൾ, സുഖാനുഭൂതികൾ, സന്തോഷം, ആഹ്ലാദം എന്നിങ്ങനെയുള്ള കാര്യങ്ങളുമുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും പരസ്പരം പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ചൂടിൻ്റെ കാഠിന്യം എന്നത്. എങ്ങോട്ട് ചെന്നാലും ചൂടുകൊണ്ട് സഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. നമ്മൾ ഓരോരുത്തരും കാറ്റിൻ്റെ ചുവട്ടിൽ, അതല്ലെങ്കിൽ ശീതീകരിച്ച റൂമുകളിൽ, വാഹനങ്ങളിൽ വേഗത്തിൽ കയറിയിരിക്കാനാണ് ആഗ്രഹിച്ചു പോകുന്നത്. സഹോദരങ്ങളെ, ദുനിയാവിലെ നമ്മൾ അനുഭവിക്കുന്ന ഈ ചൂട് നമ്മെ പരലോകം ഓർമ്മപ്പെടുത്തുന്നു. അഥവാ പരലോകത്ത് ഖിയാമത്ത് നാളിൽ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള നരകത്തിലെ ചൂട്, അതിൻ്റെ കാഠിന്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ് ദുനിയാവിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ചൂട് എന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്ത പ്രസിദ്ധമായ ഒരു ഹദീസിൽ നമുക്ക് കാണാം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഷ്തകത്തിന്നാറു ഇലാ റബ്ബിഹാ, നരകം അതിൻ്റെ റബ്ബിനോട് പരാതി ബോധിപ്പിച്ചു, ആവലാതി പറഞ്ഞു. ഫഖാലത്, നരകം പറയുകയാണ്, റബ്ബി അകല ബഅദി ബഅദാ, അല്ലാഹുവേ, എൻ്റെ റബ്ബേ, ഇതാ എന്നിൽ നിന്ന് ചിലത് ചിലതിനെ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അഥവാ സഹോദരങ്ങളെ, ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് നരകത്തിലെ ഒന്ന് മറ്റൊന്നിനെ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നരകം അല്ലാഹുവിനോട് പരാതി ബോധിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഅദിന ലഹാ ബിനഫസൈൻ, ആ സന്ദർഭത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നരകത്തിന് രണ്ട് നിശ്വാസത്തിനുള്ള അനുവാദം നൽകി. നഫസിൻ ഫിശ്ശിതാഇ വനഫസിൻ ഫിസ്സൈഫ്, തണുപ്പാകുന്ന നഫസും ചൂടാകുന്ന നഫസും, രണ്ട് നിശ്വാസങ്ങൾ പുറത്തേക്ക് വിടാൻ നരകത്തിന് അല്ലാഹു അനുവാദം നൽകി. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫഅശദ്ദു മാ തജിദൂന മിനൽ ഹർ വഅശദ്ദു മാ തജിദൂന മിനൽ സംഹരീർ, നരകം പുറത്തേക്ക് വിട്ട രണ്ട് നിശ്വാസം അഥവാ തണുപ്പിലും ചൂടിലും, അതാണ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും കഠിനമായ ചൂട്. അത് നരകത്തിൻ്റെ നിശ്വാസത്തിൽ ഒരു നിശ്വാസമാണ്. അതുപോലെ തന്നെ കൊടും ശൈത്യം, തണുപ്പ്, അത് നരകത്തിൻ്റെ നിശ്വാസത്തിലെ ഒരു നിശ്വാസമാണ്. സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, ദുനിയാവിലെ ഈ ചൂട്, ഇതിൻ്റെ ഡിഗ്രി എത്രയാണ്? നരകത്തെ പരലോകത്തെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണ്, നിസാരമാണ്. ആ ചൂടിൻ്റെ കാഠിന്യം നമ്മൾ പരസ്പരം പരാതി പറയുന്നു.
നമുക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നരകത്തിലെ ആ തീ, ആ ചൂട്, അതിൻ്റെ കാഠിന്യം എത്രയായിരിക്കും? അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ഇദസ്തദ്ദൽ ഹർറു ഫഅബ്രിദു അനിസ്സലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ചൂടിൻ്റെ കാഠിന്യം വർദ്ധിച്ചാൽ നിങ്ങൾ നിസ്കാരത്തെ ഒന്ന് തണുപ്പിക്കുക. അഥവാ ദുഹറിൻ്റെ സമയത്ത് ചൂട് കഠിനമായാൽ, നല്ല ചൂടാണെങ്കിൽ ഒരൽപ്പം പിന്തിപ്പിക്കാവുന്നതാണ്. ഫഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നം. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, ഫഇന്ന ശിദ്ദത്തൽ ഹർ, തീർച്ചയായും ചൂടിൻ്റെ കാഠിന്യം എന്നത് മിൻ ഫൈഹി ജഹന്നം, നരകത്തിലെ തീജ്വാലയിൽ നിന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മൾ അനുഭവിക്കുന്ന ചൂട് നരകത്തിൻ്റെ തീജ്വാലയിൽ നിന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ ആ തീജ്വാലകൾ എന്തായിരിക്കും? നരകത്തിലെ ചൂടെന്തായിരിക്കും? ആ ചൂടിൻ്റെ കാഠിന്യം എന്തായിരിക്കും? എന്തായിരിക്കും ആ തീയുടെ അവസ്ഥ? അതുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ നരകത്തെക്കുറിച്ച് പറഞ്ഞത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിലുടനീളം നമുക്ക് കാണാം, നരകമെന്നത് സഹോദരങ്ങളെ നിന്ദ്യതയുടെ കേന്ദ്രമാണ്, അദാബിൻ്റെ ശിക്ഷയുടെ കേന്ദ്രമാണ്. അവിടെയുള്ള ശബ്ദം എന്ന് പറഞ്ഞാൽ നെടുവീർപ്പും അതുപോലെയുള്ള തേങ്ങലുകളും അട്ടഹാസങ്ങളും അങ്ങനെയുള്ള കാര്യമായിരിക്കും. ഏത് സമയത്തും പ്രയാസങ്ങൾ, ഏത് സമയത്തും ദുഃഖങ്ങൾ, ഏത് സമയത്തും കരച്ചിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ആ നരകത്തിൽ. അവിടേതാ കൊളുത്തുകളും ചങ്ങലകളും കൊണ്ട് കഴുത്തിലും കൈകാലുകളിലും ബന്ധിപ്പിക്കപ്പെടുന്നു എന്ന് നമുക്ക് കാണാം. അവിടെയുള്ള ഭക്ഷണപാനീയങ്ങളാവട്ടെ ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് ഒന്ന് മുഖത്തേക്കൊന്നടുപ്പിച്ചാൽ മുഖം കരിഞ്ഞു പോകുമാറ്, കുടൽമാലകൾ പുറത്തേക്ക് വരുമാറ് അത്തരത്തിലുള്ള ചൂടേറിയ ഭക്ഷണപാനീയങ്ങളാണ് അവിടെ നൽകപ്പെടുക. തീക്കാറ്റും ചൂടുള്ള കാറ്റുകളും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ ഇതാ നമുക്ക് കത്തിക്കാനുള്ള തീ ദുനിയാവിൽ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. എന്താണ് ആ തീയുടെ അവസ്ഥ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നാറുക്കും, നിങ്ങൾ കത്തിക്കുന്ന ദുനിയാവിലെ തീ എന്നത് ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം, നരകത്തിലെ 70 ഇരട്ടി ചൂടിലെ ഒരംശം മാത്രമാണ് ദുനിയാവിൽ നിങ്ങൾ കത്തിക്കുന്ന ഏറ്റവും ചൂടേറിയ തീ. ഖീല യാ റസൂലല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിക്കുകയുണ്ടായി, അള്ളാഹുവിന്റെ റസൂലെ, ഇൻ കാനത് ലകാഫിയ, 70 ഇരട്ടി ചൂടിൽ അതിൻ്റെ ഒരംശമാകുന്ന ഒരു ചൂട് ദുനിയാവിലുള്ള ഈ തീ അത് തന്നെ മതിയായതാണല്ലോ കത്തിച്ചാമ്പലാവാൻ, കത്തിക്കരിയാൻ, നശിച്ചു പോവാൻ അത് തന്നെ മതിയായതാണല്ലോ അള്ളാഹുവിന്റെ റസൂലെ എന്ന് സഹാബത്ത് തിരിച്ചു ചോദിക്കുകയുണ്ടായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫുള്ളിലത അലൈഹിന്ന, ദുനിയാവിൽ നമ്മൾ കത്തിക്കുന്ന ചൂടേറിയ തീയിൻ്റെ കൂടെ 69 ജുസ്ആ, 69 ഇരട്ടി അല്ലാഹു റബ്ബുൽ ആലമീൻ അതിന് ചൂട് പരലോകത്ത് നരകത്തിൽ നൽകുന്നതാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, കുല്ലുഹുന്ന മിസ്ലു ഹർരിഹാ, അതിൻ്റെ ഓരോ അംശത്തിനും 70 ഇരട്ടി ചൂടുണ്ടായിരിക്കും. സഹോദരങ്ങളെ, എന്തായിരിക്കും ആ ചൂട്? എന്തായിരിക്കും ആ ചൂടിൻ്റെ കാഠിന്യം? അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്ന ഒരാളെക്കുറിച്ച്. എന്താണ് അയാളുടെ അവസ്ഥ? അവിടുന്ന് പറഞ്ഞു, ഇന്ന അദ്നാ അഹ്ലിൻ നാരി അദാബൻ, തീർച്ചയായും നരകത്തിലെ ഏറ്റവും നിസാരമായ ചെറിയ അദാബ് അനുഭവിക്കുന്ന ഒരാൾ, യൻതഇലു ബിനഅലൈനി മിൻ നാർ, തീ കൊണ്ടുള്ള 2 ചെരുപ്പുകൾ അയാളെ ധരിപ്പിക്കും. യഗ്ലി ദിമാഗുഹു മിൻ ഹറാറത്തിന അലൈഹി, അയാൾ ആ ധരിച്ച 2 ചെരുപ്പുകൾ കാരണത്താൽ അയാളുടെ തലയോട്ടി തിളച്ചു പുറത്തേക്ക് മറിയുമെന്നാണ്. സഹോദരങ്ങളെ, എന്തായിരിക്കും ആ ചൂട്? നരകത്തിലെ ചൂട് എന്നത് സഹോദരങ്ങളെ കേവലം കേൾക്കാനുള്ളതല്ല, പറയാനുള്ളതല്ല, കേട്ടു പോവാനുള്ളതല്ല, പ്രസംഗിച്ച് പഠിക്കാനുള്ളതല്ല. മറിച്ച് നമ്മൾ ഈ അനുഭവിക്കുന്ന നിസാരമായ 30, 35, 40 ഡിഗ്രി ചൂട് അതനുഭവിക്കുമ്പോൾ, അത് കാണുമ്പോൾ നരകത്തിൽ വെന്തെരിയേണ്ട ആ നരകത്തിൻ്റെ ശിക്ഷ അതാണ് നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടത്. നാർ എന്ന് പറഞ്ഞാൽ, നരകമെന്ന് പറഞ്ഞാൽ തന്നെ കഠിനമായ ചൂട്, ശക്തമായ ചൂട്, കരിച്ചു കളയുന്ന തീ എന്നെല്ലാം അതിനർത്ഥമുണ്ട്. നരകം അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞു, അന്നാറു വഅദഹ അല്ലാഹു അല്ലദീന കഫറു, നിഷേധികൾക്ക്, കാഫിറുകൾക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ നരകം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. മറ്റു പല ആയത്തുകളിലും അല്ലാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു, വല്ലദീന കഫറു വകദ്ദബു ബിആയാതിനാ ഉലൈക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ.
ആരാണോ അള്ളാഹുവിനെ നിഷേധിച്ചത്, അവന്റെ ദീനിനെ നിഷേധിച്ചത്, അഥവാ കാഫിറുകൾ, അള്ളാഹുവിന്റെ ആയത്തിനെ നിഷേധിച്ച ആളുകൾ, ഉലൈക കൂട്ടർ അസ്ഹാബുന്നാർ, അവർ തന്നെയാകുന്നു നരകത്തിന്റെ ആളുകൾ, നരകാവകാശികൾ. ഹും ഫീഹാ ഖാലിദൂൻ, അവരതിൽ നിത്യവാസികളായിരിക്കും. അതുപോലെ അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹ ലഅനൽ കാഫിരീൻ വഅഅദ്ദ ലഹും സഈറ, തീർച്ചയായും കാഫിറുകളെ, നിഷേധികളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു, അവർക്ക് കത്തിയെരിയുന്ന നരകം അള്ളാഹു ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. സഹോദരങ്ങളെ, ഒരുപാട് ആയത്തുകളിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ അവനെ ധിക്കരിക്കുന്ന ആളുകൾക്ക്, അവനെ നിഷേധിക്കുന്ന ആളുകൾക്ക്, അവന്റെ ആയത്തുകളെ തള്ളിക്കളയുന്ന ആളുകൾക്ക്, അവനോട് അനുസരണക്കേട് കാണിക്കുന്ന ആളുകൾക്ക് നരകം വാഗ്ദാനം ചെയ്തതായി, നരകം കൊണ്ട് ഭയപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ ധാരാളം പേരുകൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. അന്നാർ എന്ന് നമുക്ക് കാണാം, അൽ ജഹന്നം എന്ന് നമുക്ക് കാണാം, അൽ ജഹീം എന്ന് നമുക്ക് കാണാം, അസ്സഈർ എന്ന് നമുക്ക് കാണാം, സഖർ എന്ന് കാണാം, അൽ ഹുതമ എന്ന് കാണാം, അൽ ഹാവിയ എന്ന് കാണാം. ഇതെല്ലാം നരകത്തിന്റെ പേരുകളാണ്. ഈ പേരുകളെല്ലാം, ഇതിൻ്റെ എല്ലാം ആകത്തുക നരകമെന്നാണെങ്കിലും അതിലെ ഓരോ വാക്കുകളും പ്രത്യേകം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ മുഫസ്സിറുകൾ വിശദീകരിച്ചതായി നമുക്ക് കാണാം. അതിൽ തീ എന്നർത്ഥമുണ്ട്, അഗാധഗർത്തം എന്നർത്ഥമുണ്ട്, കത്തിക്കരിഞ്ഞു പോകുന്നത് എന്നർത്ഥമുണ്ട്, കത്തി എരിയുന്നത്, ഉരുക്കപ്പെടുന്നത് എന്നെല്ലാം അതിനർത്ഥമുണ്ട്. സഹോദരങ്ങളെ, ഈ പറഞ്ഞ ശിക്ഷകളെല്ലാം നരകത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരുക്കി വെച്ചിരിക്കുകയാണ്. എന്താണ് നരകമെന്ന് പറഞ്ഞാൽ? ദുനിയാവിൽ നമ്മൾ കാണുന്ന തീകുണ്ടമോ തീകുണ്ടാരമോ വലിയ രൂപത്തിൽ തീ പിടിച്ച ഒരു കാര്യമോ അല്ല സഹോദരങ്ങളെ. നരകത്തിന്റെ വലിപ്പമെന്ന് പറഞ്ഞാൽ, നരകത്തിന്റെ വിശാലത എന്ന് പറഞ്ഞാൽ, നരകത്തിന്റെ ആഴമെന്ന് പറഞ്ഞാൽ അല്ലാഹു അതാ പരിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിലും നമുക്ക് വിശദമായി പറഞ്ഞു തന്നിരിക്കുന്നു. അതാ ഖിയാമത്ത് നാളിൽ നരകത്തോട് അല്ലാഹു ചോദിക്കും. അല്ലാഹു പറയുന്നു, സൂറത്തു ഖാഫിൽ നമുക്ക് കാണാം, യൗമ നഖൂൽ, അന്നേ ദിവസം ഖിയാമത്ത് നാളിൽ നമ്മൾ ചോദിക്കും, ലി ജഹന്നം, നരകത്തോട് ചോദിക്കും, ഹലിം തലഅതി, നരകമേ നീ നിറഞ്ഞോ, നിനക്ക് മതിയായോ എന്ന് ചോദിക്കും. വതഖൂലു, നരകം പറയും, ഹൽ മിൻ മസീദ്, അല്ലാഹുവേ ഇനിയുമുണ്ടോ, ഇനിയുമുണ്ടെങ്കിൽ പോരട്ടെ എന്ന് നരകം പറയുമെന്നാണ്. സഹോദരങ്ങളെ, ധാരാളക്കണക്കിന് മനുഷ്യരെയും ജിന്നുവർഗങ്ങളെയും നരകത്തിലിട്ട് അല്ലാഹു കരിക്കുന്നതാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. ധാരാളക്കണക്കിന് ആളുകൾ ഉണ്ടായിരിക്കും, ധാരാളക്കണക്കിന് ആളുകൾ നരകത്തിലേക്ക് പോവേണ്ടവരാണ് എന്ന് അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ ആളുകളെല്ലാം നരകത്തിൽ പ്രവേശിച്ചാലും നരകത്തോട് ചോദിച്ചാൽ നരകം ചോദിക്കുകയാണ് വീണ്ടും, ഇനിയുമുണ്ടോ. നരകത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരിക്കൽ സഹാബത്ത് ഇരിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഇദ് സമിഅ വജ്ബതൻ, അപ്പോൾ അതാ എന്തോ ഒന്ന് ഭൂമിയിലേക്ക് പതിക്കുന്ന ഒരു ശബ്ദം കേൾക്കുകയുണ്ടായി. ഫഖാല നബിയു, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചു, തദ്റൂന മാ ഹാദാ, എന്താണ് ഈ ശബ്ദം, എന്താണത് എന്ന് നിങ്ങൾക്കറിയുമോ? ഖാല, സഹാബി പറയുകയാണ്, ഖുൽനാ, ഞങ്ങൾ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവും അവന്റെ റസൂലുമാണ് ഏറ്റവും നന്നായി അറിയുന്നത്, അഥവാ ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. ഖാല, അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, ഹാദാ ഹജറുൻ, ആ കേട്ട ശബ്ദം അതൊരു കല്ലാകുന്നു. റുമിയ ബിഹി ഫിന്നാരി മുൻദു 70 ഖരീഫ, 70 വർഷങ്ങൾക്ക് മുന്നേ നരകത്തിലേക്ക് എറിയപ്പെട്ട ഒരു കല്ലാണ്. ഫഹുവ യഹ്വി ഫിന്നാരിൽ ആൻ ഹത്ത ഇൻതഹാ ഇലാ ഖഅരിഹാ, ആ കല്ല് ഇപ്പോൾ നരകത്തിലേക്ക് പതിച്ച ശബ്ദമാണ് നിങ്ങൾ കേട്ടത്. സഹോദരങ്ങളെ, 70 വർഷങ്ങൾക്ക് മുമ്പ് എറിയപ്പെട്ട ഒരു കല്ല് ഈ സമയത്ത് വന്ന് പതിച്ചു എന്ന് പറയുമ്പോൾ 70 വർഷമെടുത്തു നരകത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചെന്നു പതിക്കാൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നരകത്തിന്റെ ആഴം, എന്തായിരിക്കും നരകത്തിലെ അഗാധഗർത്തം? ആ നരകത്തിലെ ആഴം, ആ നരകത്തിലെ അഗാധഗർത്തം അല്ലാഹു റബ്ബുൽ ആലമീൻ താക്കീത് ചെയ്തിട്ടുണ്ട്. സഹോദരങ്ങളെ, നരകത്തിന്റെ വലിപ്പം അറിയിക്കുന്ന മറ്റൊരു ഹദീസ് നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖിയാമത്ത് നാളിൽ പരലോകത്ത് എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന സന്ദർഭത്തിൽ യുഅ്താ ബി ജഹന്നം യൗമഇദിൻ, നരകം ജഹന്നം അന്നേ ദിവസം കൊണ്ടുവരപ്പെടും. ലഹാ 70,000 സിമാം, 70,000 ചങ്ങല കണ്ണികൾ ഉണ്ടായിരിക്കും നരകത്തിന്. മഅ കുല്ലി സിമാമിൻ 70,000 മലക്കിൻ യജുറൂനഹാ, അതിൻ്റെ ഓരോ ചങ്ങല കണ്ണിയിലും
70,000 മലക്കുകൾ ഉണ്ടായിരിക്കും. എന്നിട്ട് ആ നരകത്തെ വലിച്ചിഴച്ച് കൊണ്ടുവരുമെന്നാണ്. സഹോദരങ്ങളെ, 70,000 ചങ്ങലക്കണ്ണികൾ ഉണ്ടാകും. ഓരോ കണ്ണിയിലും 70,000 മലക്കുകൾ എന്ന് പറയുമ്പോൾ കോടാനുകോടി മലക്കുകൾ നരകത്തെ പൊന്തിച്ചു കൊണ്ടുവരുന്നു എന്നല്ല, മറിച്ച് യജുറൂനഹ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അഥവാ ആ നരകത്തെ വലിച്ചു കൊണ്ടുവരും, വലിച്ചിഴച്ചു കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ ആ നരകത്തിൻ്റെ വലിപ്പം, ആ നരകത്തിൻ്റെ അഗാധഗർത്തം, ആ നരകത്തിൻ്റെ വിശാലത എന്തായിരിക്കുമെന്ന് സഹോദരങ്ങളെ നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. അതാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, അവിടുന്ന് സത്യം ചെയ്യുകയാണ്, മുഹമ്മദിൻ്റെ ആത്മാവ് ഏതൊരുവൻ്റെ കയ്യിലാണോ ആ അള്ളാഹു തന്നെ സത്യം, ലൗ റഅയ്തും മാ റഅയ്തു, ഞാൻ കണ്ടതെങ്ങാനും നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ, ലളഹിക്തും ഖലീലാ വലബകൈതും കസീറാ. സഹാബത്തിനോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സഹാബത്തെ, ഞാൻ കണ്ടതെങ്ങാനും നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ, ലളഹിക്തും ഖലീലാ, നിങ്ങൾ കുറച്ചു മാത്രമേ ചിരിക്കുകയുള്ളൂ, വലബകൈതും കസീറാ, നിങ്ങൾ ധാരാളമായി കരയുമായിരുന്നു. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടാണിത് പറയുന്നത്? നമ്മെപ്പോലെ ചിരിക്കുകയോ ആഹ്ലാദിക്കുകയോ സന്തോഷിക്കുകയോ തിന്നും കുടിച്ചും ജീവിക്കുകയോ ചെയ്യാത്ത, അള്ളാഹുവിനുള്ള ഇബാദത്തുകളിൽ മുഴുകിക്കൊണ്ടിരുന്ന ഒരു സമൂഹത്തോടാണ്, സഹാബത്തിനോടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലളഹിക്തും ഖലീല വലബകൈതും കസീറ, നിങ്ങൾ ധാരാളമായി കരയുകയും കുറച്ചു മാത്രം ചിരിക്കുകയും ചെയ്യും. സഹാബത്ത് തിരിച്ചു ചോദിച്ചു, ഖാലു വമാ റഅയ്ത യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, എന്താണ് അങ്ങ് കണ്ടത്? അവിടുന്ന് പറഞ്ഞു, റഅയ്തുൽ ജന്നത വന്നാർ, സ്വർഗവും നരകവും ഞാൻ കണ്ടിരിക്കുന്നു. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, നരകത്തെ പോലെയുള്ള മോശമായ, അത്രയും പ്രയാസകരമായ മറ്റൊരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ചൂടിൻ്റെ കാഠിന്യം നമ്മൾ അനുഭവിക്കുമ്പോൾ നരകത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ആ നരകത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനുകളെ വിളിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ ഈമാനുള്ളവരെ, മുഅ്മിനുകളെ, അല്ലാഹുവിലും അവൻ്റെ ദീനിലും വിശ്വാസമുള്ളവരെ, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്നും കാത്തുകൊള്ളുക. സഹോദരങ്ങളെ, ഇത് നമുക്കും നമ്മുടെ കുടുംബത്തിനുമുള്ള താക്കീതാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. അഥവാ സ്വർഗത്തിലേക്ക് പോകുന്ന ഇബാദത്തുകളുമായി മുഴുകേണ്ടതുണ്ട്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, നമ്മുടെ സഹോദരങ്ങൾ, നമുക്ക് വേണ്ടപ്പെട്ടവർ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മോട് വിളിച്ചു പറയുകയാണ്, മുഅ്മിനുകളെ, നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊള്ളുക, അഥവാ അതിനുവേണ്ടിയുള്ള പണിയെടുത്തുകൊള്ളുക. എന്താണ് ആ നരകം? എന്തുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ ഇത്ര ഗുണകാംക്ഷയോടെ നമ്മെ ഓരോരുത്തരെയും വിളിച്ചു പറഞ്ഞത്? സഹോദരങ്ങളെ, സൂറത്തു തഹ്രീമിൽ നമുക്ക് കാണാം, വഖൂദുഹന്നാസു വൽ ഹിജാറ, മനുഷ്യരും കല്ലുകളുമാണ് ആ നരകത്തിലെ ഇന്ധനം. ആ നരകത്തിൽ കരിക്കപ്പെടുക, കത്തിക്കപ്പെടുക മനുഷ്യരും കല്ലുകളുമാണ്. അലൈഹാ മലായികത്തുൻ, ആ നരകത്തിൽ അല്ലാഹു ഏൽപ്പിച്ച ചില മലക്കുകളുണ്ട്. ഗിലാദുൻ ശിദാദുൻ, അവർ കഠിന ഹൃദയരായിരിക്കും, കടുത്ത ഹൃദയമുള്ള, അങ്ങനെയുള്ള പരുക്കന്മാരായിരിക്കും. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, അല്ലാഹു എന്താണോ കൽപ്പിച്ചത് അത് കൃത്യമായി ചെയ്യും. അല്ലാഹുവിനെ അവർ ധിക്കരിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ഈമാനുള്ളവരെ, നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തെ തൊട്ട് കാത്തുകൊള്ളുക. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഗുണകാംക്ഷയോടെയാണ് ഈ കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഈ ആയത്തിന്റെ തഫ്സീറിൽ നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല വഖൂദുഹന്നാസു വൽ ഹിജാറ, മനുഷ്യരും കല്ലുകളുമാണ് അവിടുത്തെ ഇന്ധനം എന്ന് പറഞ്ഞല്ലോ. ഇമാം അൽ ഖുർത്തുബി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, കല്ല് കത്തിയാൽ, ആ കല്ല് ഇന്ധനമാക്കിയാൽ അതുകൊണ്ട് ചില കാര്യങ്ങളുണ്ട്. 5ഓളം കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറയുന്നു. ഒന്നാമത്തേത്, കല്ല് എന്നത് അത് എളുപ്പത്തിൽ കത്തും, അതിന് തീ പിടിക്കും. രണ്ടാമത്തേത് സഹോദരങ്ങളെ, അതിന് മോശമായ ഗന്ധമായിരിക്കും. പൊതുവെ കല്ല് കത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദുനിയാവിൽ തന്നെ കാണാം,
അതിനൊരു പ്രത്യേകം ഒരു ഗന്ധമുണ്ടായിരിക്കും. നരകത്തിൽ അതിൻ്റെ ഇരട്ടിയായിരിക്കും, നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത രൂപത്തിലായിരിക്കും. മൂന്നാമതായി നമുക്ക് കാണാം ധാരാളം പുകപടലങ്ങൾ ഉണ്ടാവും കല്ല് കത്തുമ്പോൾ. നാലാമത്തത് സഹോദരങ്ങളെ, കല്ല് കത്തിക്കഴിഞ്ഞാൽ, കല്ല് ഇന്ധനമായി കഴിഞ്ഞാൽ അത് മനുഷ്യ ശരീരത്തിൽ എളുപ്പത്തിൽ ചേരാനും തൊലി അതിന്മേൽ പറ്റിപ്പിടിക്കാനും അങ്ങനെ ശിക്ഷ അനുഭവിക്കാനും അതുകൊണ്ട് കാരണമാകും. അഞ്ചാമത്തത് സഹോദരങ്ങളെ, കല്ല് കത്തുക എന്ന് പറഞ്ഞാൽ അതിന് കടുകടുത്ത ചൂടുണ്ടായിരിക്കും. ഒരു കല്ലിന് തീ പിടിച്ചാൽ അതിൻ്റെ ചൂട് എന്നത് സാധാരണ ഉള്ള ചൂട് പോലെ ആയിരിക്കുകയില്ല. ഇങ്ങനെ 5ഓളം കാര്യങ്ങൾ സഹോദരങ്ങളെ, കല്ല് ഇന്ധനമായാൽ, കല്ല് കത്തിക്കപ്പെട്ടാൽ നരകത്തിൽ ഇങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. 5ഓളം കാര്യങ്ങൾ ഇമാം അൽ ഖുർത്തുബി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ എടുത്തു പറയുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ സഹോദരങ്ങളെ നമ്മെ ഏറെ ഭയപ്പെടുത്തേണ്ടതുണ്ട്. ദുനിയാവിൽ നമ്മൾ അങ്ങേയറ്റം സൂക്ഷിച്ച് ജീവിക്കേണ്ടതുണ്ട്. ദുനിയാവിലെ ചൂടിൽ നിന്ന് എപ്രകാരം നമ്മൾ ഓടി അകലുന്നുവോ അതിനേക്കാൾ 10 മടങ്ങ് 100 ഇരട്ടി 1000 കുതിരശക്തിയോടെ നരകശിക്ഷയിൽ നിന്നും ഓടിയകലാൻ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ നരകത്തിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ പരലോകത്തിന് മുന്നേ നമുക്ക് കാണിച്ചു തരുന്ന ഇതുപോലെയുള്ള അടയാളങ്ങളിൽ, ഇതുപോലെയുള്ള സൂചനകളിൽ നമ്മൾ വഞ്ചിതരാവാതെ അതിനെക്കുറിച്ച് ചിന്തിക്കാനും ഉറ്റാലോചിക്കാനും തയ്യാറാവേണ്ടതുണ്ട്. അഥവാ നമ്മുടെ ജീവിതം അത് നന്നാക്കുക എന്നതാണ് നരകത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏക മാർഗം. നരകശിക്ഷ എന്നത് സഹോദരങ്ങളെ നമുക്കൊരിക്കലും സഹിക്കാൻ സാധിക്കുകയില്ല. നരകത്തിലെ തീയുടെ ഏതാനും ഭാഗങ്ങൾ മാത്രമേ ഇപ്പോൾ കേട്ടിട്ടുള്ളൂ. പരിശുദ്ധ ഖുർആനിൽ ധാരാളക്കണക്കിന് പറഞ്ഞിട്ടുണ്ട്, ഇനിയും വിശദീകരിക്കേണ്ടതുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആരോഗ്യം അത് സംരക്ഷിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നു, എന്തെല്ലാം വിശിഷ്ടമായ കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുന്നു. അതിനേക്കാൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പരലോകത്ത് നമ്മുടെ ഈ ശരീരം, നമ്മുടെ ഈ തൊലി, നമ്മൾ ദുനിയാവിൽ കാത്തു സൂക്ഷിച്ച അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി അങ്ങനെ പരിപാലിച്ചു കൊണ്ടുവന്ന നമ്മുടെ ശരീരം അതിന് തീ പിടിക്കാതെ, നരകത്തിലെ ചൂട്, നരകത്തിലെ തീ അതിലേൽക്കാതെ അങ്ങനെ രക്ഷപ്പെടാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാണ്. അഥവാ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയ നരകത്തിലെ ശിക്ഷകൾ നമുക്കുള്ള താക്കീതുകാരനായി നമ്മുടെ ജീവിതത്തിലുടനീളം ഉണ്ടായിരിക്കണം എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദുനിയാവിലെ ചൂട് അത് നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. ദുനിയാവിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് പല നൂതന മാർഗങ്ങളും ഉപയോഗിക്കാം. എന്നാൽ നരക തീയിൽ നിന്നും രക്ഷപ്പെടാൻ സഹോദരങ്ങളെ യാതൊരു മാർഗവുമില്ല തന്നെ. അന്ന് ദുനിയാവിൽ പിൻപറ്റപ്പെട്ടയാൾ ആരാണോ അവരെ പിൻപറ്റിയത് അവരെ തിരിഞ്ഞു നോക്കുകയില്ല. ദുനിയാവിൽ ഏതൊക്കെ രൂപത്തിൽ സ്വാധീനം ചെലുത്തിയോ അവിടെ അതൊന്നും സാധിക്കുകയില്ല. പരസ്പരം മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, ഭാര്യ, ഭർത്താക്കന്മാർ എല്ലാവരും അവനവൻ്റെ സ്വന്തം കാര്യവുമായി ഓടുന്ന ആ പരലോകം, അവിടെ സഹോദരങ്ങളെ രക്ഷപ്പെടാനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഫിത്നത്തിൽ ഖബർ. അല്ലാഹുവേ, ഖബറിലെ ഫിത്നയിൽ നിന്ന് റബ്ബേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വമിൻ ഫിത്നത്തി ദജ്ജാൽ, ദജ്ജാലിൻ്റെ കുഴപ്പങ്ങളിൽ നിന്ന് റബ്ബേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത്, അല്ലാഹുവേ ജീവിത കാലഘട്ടത്തിലും മരണസമയത്തുമുള്ള ഫിത്നയിൽ നിന്നും നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. വമിൻ ഹർരി ജഹന്നം, അല്ലാഹുവേ നരകത്തിലെ ജഹന്നമിലെ ചൂടിൽ നിന്നും നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം നരകത്തിലെ ശിക്ഷ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ. അതാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാം, മൻ സഅലല്ലാഹൽ ജന്നത 3 മറാത്തിൻ ഖാലത്തിൽ ജന്ന അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന. ആരെങ്കിലും 3 തവണ സ്വർഗത്തിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ സ്വർഗം പറയും, അല്ലാഹുവേ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ. വമൻ ഇസ്തജാറ മിനൻ നാരി 3 മറാത്തിൻ, ആരെങ്കിലും 3 തവണ നരകത്തിൽ നിന്നും കാവലിനെ ചോദിക്കുകയാണെങ്കിൽ ഖാലത്തിൻ നാറു, നരകം പറയും, അല്ലാഹുമ്മ അജ്റുഹു മിനൻ നാർ,
അള്ളാഹു അയാളെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തണേ. സഹോദരങ്ങളെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന വേളകളിൽ നമ്മുടെ നിസ്കാരത്തിൽ നമ്മൾ അള്ളാഹുവിനോട് ധാരാളമായി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കേണ്ട കാര്യമാണ് നരകമോചനം, സ്വർഗപ്രവേശനം എന്നത്. കാരണം നരകം അതൊരിക്കലും നമുക്ക് സഹിക്കാൻ സാധിക്കാത്ത കാര്യമാണ്. നരകത്തിലെ ശിക്ഷകളുണ്ട്, നരകത്തിലെ ഭക്ഷണപാനീയങ്ങളുണ്ട്, നരകത്തിലെ അനുഭവിക്കുന്ന മറ്റു കാര്യങ്ങളുണ്ട്. വിശദീകരിക്കേണ്ട കാര്യമാണ് ധാരാളക്കണക്കിന്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതം അവസാനിക്കുന്നതിന് മുന്നേ ഈ പറയുന്ന കാലാവസ്ഥകൾ, അതിൻ്റെ മാറി മാറിയുള്ള വരവും രാപ്പകലുകളുടെ മാറി മാറി വരവും ബുദ്ധിയുള്ള മുഅ്മിനിനെ ഉണർത്തേണ്ടതുണ്ട്, ചിന്തിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതം അത് അവസാനിക്കാനുള്ളതാണ്. ഈ പറഞ്ഞ കാര്യം അത് അവസാനിച്ചാൽ പരലോകമാണ് നമുക്കുള്ളത്. അവിടെ ഈ കണ്ട ചൂടോ ഈ കണ്ട തണുപ്പോ ഒന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ സൂക്ഷ്മതയോടെ തഖ്വയുള്ള ഈമാനുള്ള യഥാർത്ഥ മുഅ്മിനുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ കത്തിയെരിയുന്ന നരകത്തിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ, തെറ്റുകുറ്റങ്ങൾ, വീഴ്ചകൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന വ നഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന വ നഊദു ബിക മിനൻ നാർ. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم اغفر لنا وارحمنا. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم إنا نسألك الهدى والتقى والعفاف والغنى. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين.